ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാകുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേതപത്മാസന യാ ബ്രഹ്മാർച്ചുതശങ്കരപ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും അസുഖങ്ങളെല്ലാം ഭേദമാകണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവമക്കൾക്കും ഭഗവാന്റെ കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി വർദ്ധിക്കണം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കൃഷ്ണൻ്റെ ഒരു നാമം ചൊല്ലാം. കൃഷ്ണ മുകുന്ദ മുരാരേ, കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലനായക, കരുണാസാഗര കമലനായക, കനകാംബരധാരി ഗോപാല, കനകാംബരധാരി ഗോപാല. കരുണാസാഗര കമലനായക, കരുണാസാഗര കമലനായക, കനകാംബരധാരി ഗോപാല, കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കാളിയമർദ്ദന കംസനിഷൂദന, കാളിയമർദ്ദന കംസനിഷൂദന, കമലാദള നയന ഗോപാല. കാളിയമർദ്ദന കംസനിഷൂദന, കമലാദള നയന ഗോപാല, കമലാദള നയന ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കുടിലകുന്തളം കുവലയദളനീലം മധുരമുരളീരവലോലം കോടിമദനധാവണ്യം ഗോപീപുണ്യം ഭജാമി ഗോപാലം. ഗോപീജനമന മോഹനവ്യാപക, ഗോപീജനമന മോഹനവ്യാപക, കുവലയദളനീല ഗോപാല. ഗോപീജനമന മോഹനവ്യാപക, കുവലയദളനീല ഗോപാല, കുവലയദളനീല ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലനായക, കരുണാസാഗര
കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ആഗമവേദ കലാമയരൂപിണി ആഗമവേദ കലാമയരൂപിണി അഖില ചരാചര ജനനി നാരായണി. നാഗകങ്കണ നടരാജ മനോഹരി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. നമുക്ക് ഭാഗവത പാരായണം കഴിഞ്ഞ ദിവസം വായിച്ചത് ബാക്കി വായിക്കാം. ഭഗവാൻ അവതരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ വിഷ്ണു രൂപമായിട്ട് അതായത് കുഞ്ഞായിട്ടല്ല, ഭഗവാൻ വിഷ്ണു നാരായണനായിട്ട് തന്നെ അമ്മയും അച്ഛനെയൊക്കെ കാണിച്ചിട്ട് കുഞ്ഞായിട്ട് പിന്നെ അവിടെ കിടന്ന് കാലും കൈയൊക്കെ കുടഞ്ഞ് കിടന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കരഞ്ഞ് തുടങ്ങി. ആരും കേൾക്കാത്ത പോലെ അമ്മയും അച്ഛനും മാത്രം കാണുന്ന കുഞ്ഞല്ലേ, അങ്ങനെ കരഞ്ഞു തുടങ്ങി. ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ്. ഇനി യശോദാമ്മയുടെ അടുക്കെ ഈ കുഞ്ഞിനെ കൃഷ്ണനെ അവിടെ കിടത്തിയിട്ട് അവരൊക്കെ ഉറങ്ങി നല്ല ഉറക്കത്തിലായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ചങ്ങലയൊക്കെ അഴിഞ്ഞ് വസുദേവരുടെയും ദേവകിയുടെയൊക്കെ ഈ ചങ്ങല അഴിഞ്ഞ് കഥവൊക്കെ തന്നെ തുറക്കും. അവിടെ ഭടന്മാരെല്ലാം ഉറക്കത്തിലും ഒക്കെ ആയിരിക്കും. ഉണർന്നിരുന്നാൽ പോലും ഓർമ്മയില്ലാതെ ഇരിക്കും. എല്ലാം ഭഗവാന്റെ മായ. അങ്ങനെയുള്ളതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എന്നിട്ട് ഭഗവാനെയും കൊണ്ട് യമുനാ നദിയൊക്കെ കടന്ന് അമ്പാടിയിൽ കൊണ്ട് അവിടുത്തെ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കും. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ദേവജ്ഞാനകപൂർവ്വതൊന്നുഭിമാരോടിത്തം ആവശ്യങ്ങളും അരുൾ ചെയ്തത ജഗന്നാഥൻ മോദേന കാണായി വന്ന വൈഷ്ണവരൂപം മറച്ച്. ഭഗവാന്റെ വൈഷ്ണവരൂപം മറച്ച്. കാരണം എല്ലാവരും കാണണ്ടല്ലോ, കുഞ്ഞാട്ട് തന്നെ കിടക്കണ്ടേ, അതുകൊണ്ട് മറച്ച്. മോദേന കാണായി വന്ന വൈഷ്ണവ രൂപം മറച്ചാദരാൽ ശിശുവേഷം ധരിച്ചു കാലും കൈയും കുടഞ്ഞുടൻ ഓമന ചുണ്ടും കാട്ടിക്കിടന്നു മന്ദം മന്ദം കരഞ്ഞു തുടങ്ങിനാൻ. പിറന്നു യശോദയിൽ നിന്നു മായയും അവൾ ഉറങ്ങും വസുദേവൻ തന്നുടെ ഹൃദംബുജേ പകർന്നു കൊള്ളുവോ. ബാലദ്വയം എന്നിനി തമ്മിൽ അകന്നീടാതെ കണ്ടെന്നുറച്ചാനതിനാലേ നിറഞ്ഞ കൗതൂഹലത്തോടതിനാരംഭിച്ചാൻ. യശോദയുടെയും വിഷ്ണുമായ അവിടെ ജനിച്ചു. അപ്പോൾ ആ കുട്ടിയെ അങ്ങോട്ട് മാറ്റാനാണ് ബാലദ്വയം. ഈ ദ്വയം രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടിനെയും ഇനി തമ്മിൽ അകന്നിടാതെ കണ്ടെന്ന് സമയം പോക്കാതെ തന്നെ പെട്ടെന്ന് അവിടെ കൊണ്ട് കിടത്തണം. അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ട് കിടത്തണം. എന്നിട്ട് കംസനൊക്കെ അറിയാവൂ. അങ്ങനെ കുതൂഹലത്തോടെ അതിനാരംഭിച്ചാൻ. അറിഞ്ഞീലേതും കംസഭടന്മാരുവയെല്ലാം മറന്നു കിടന്നുടൻ ഉറങ്ങിപ്പോക കൊണ്ടും. അവിടെ കംസൻ്റെ ഭടന്മാർ മറന്നുപോയി. ഇങ്ങനൊരു സംഭവം ദേവകി ഗർഭിണിയാണെന്നോ പ്രസവിക്കുന്നൊന്നും ഒരു ഉണർന്നിരിക്കുന്നവർക്ക് മറന്നും പോകും, അല്ലാത്തവർ ഉറങ്ങിയും പോകും. മറന്നു കിടന്നുടൻ ഉറങ്ങിപ്പോക കൊണ്ടും ഉറങ്ങാതിരുന്നവർ മറന്നു പോക കൊണ്ടും
തൽക്കാലേ വസുദേവൻ തന്നുടെ കാൽക്കും കൈക്കും ദുഷ്കർമ്മിയായ കംസൻ ബന്ധിച്ച ബന്ധങ്ങളും തെറ്റെന്നു വേർപെട്ട അതിസ്വസ്ഥനായി വന്നിടിനാൻ. ഉറ്റതേ എന്താശ്ചര്യം നിരൂപിച്ചാൽ തന്നെ ചങ്ങലേക്കാൻ കഴിഞ്ഞു മാറി. വസുദേവരുടെ കുഞ്ഞു കൊണ്ട് പോകണമല്ലോ, അതുകൊണ്ട് എന്താശ്ചര്യം എന്ന് മനസ്സിൽ കണ്ടു. ഭക്തി കൊണ്ട് അഖില കർമ്മ പ്രബന്ധങ്ങൾ തീർത്ത് മുക്തി നൽകിയിടുന്ന അഖിലേശ്വര നിയോഗത്തെ കൈക്കൊണ്ട് വർത്തിക്കുന്ന ഭക്തന് മറ്റെന്തൊരു ചക്ര നിർബന്ധം ഭവിക്കുന്നിതു ജഗത്രയേ. ഭക്തന്മാർക്ക് എന്താ ഒന്നും അസാധ്യമല്ല, ഭഗവാൻ അവർക്കൊത്തു നിൽക്കും. അതുകൊണ്ട് ഭക്തി കൊണ്ട് അഖില കർമ്മ പ്രബന്ധങ്ങൾ തീർത്ത് മുക്തി നൽകിയിടുന്ന അഖിലേശ്വര നിയോഗത്തെ കൈക്കൊണ്ട് വർത്തിക്കുന്ന, അങ്ങനെ ഭഗവാന് വേണ്ടി കൈക്കൊണ്ട് ചെയ്യുന്ന ആ ഭക്തന്മാർക്ക് മറ്റെന്തൊരു ചക്രനിർബന്ധം ഭവിക്കുന്നിതു ജഗത്രയേ. ജഗത്രയത്തിൽ ഒരു ചക്രബന്ധവും ഇല്ല, എല്ലാം ഭഗവാൻ സാധിച്ച് എല്ലാം കൊടുക്കും, ഒരു ബന്ധനവും വരത്തില്ല. നിൽക്കവയെല്ലാം ബന്ധിച്ചിടുന്ന കവാടങ്ങൾ ഒക്കവേ താഴും തുറന്നകന്നു താനേ തന്നെ. ആ മുറികളിലെ ബന്ധന, അതായത് കഥകളെല്ലാം ആ പൂട്ടും എല്ലാം തുറന്നു തനിയെ തുറന്നു. പത്മലോചനായോരർഭകൻ തന്നെ കരപത്മത്തിലെടുത്തുകൊണ്ടന്നേരം വസുദേവർ സത്വര അമ്പാടിക്കായി കൊണ്ടെഴുന്നള്ളിപ്പാനായി എത്രയും വേഗാൽ പുറപ്പെട്ടുടൻ നടക്കുമ്പോൾ പുഷ്കരദേശേ കൃഷ്ണാംബോധര പടലങ്ങൾ തൽക്ഷണേ വിധാനിച്ച ചഞ്ചല ലതകളാം പുഷ്പമാലകൾ ഇടകലർന്നു നീളെ തൂകി. പുഷ്ണാദി പർജന്യ ദേവോത്തമനിടാർന്നെഴും തെളിയുന്നില്ല. വിദ്യൽ പുഞ്ചോദ്യൽ പ്രദീപങ്ങൾ ദിക്കുകൾ തോറും സദ്യോ ചേർത്താശു മേഘ നിർഘോഷൈരനുക്രമം മുഗ്ധവാദ്യാഘോഷങ്ങൾ ഉൾപ്രകടിച്ചിടുമ്പോൾ വിഘ്നമെന്നിയെ ചെറ്റു വൃഷ്ടിയുമുണ്ടായി വന്നു. മഴ. ചക്രേന്ദ്രൻ ഭണസഹസ്രങ്ങളാം ഛത്രങ്ങളും സൽക്കാരമാനം പരിചോടനുക്രമിക്കുമ്പോൾ പുഷ്പവൃഷ്ടിയും ചെയ്തു. മുപ്പുരാരാതി 30,000 കോടി നിർജ്ജരന്മാരും മുഖ്യ താപസന്മാരും ഒത്ത് വേദാന്ത പൊരുൾ വ്യക്തമായി കണ്ടു സുസ്തവങ്ങളും കൃത്വാ പുഷ്കരമാർഗേണ നടന്നിടിനാർ മേളത്തോടും പുഷ്കരാക്ഷികളായ ദേവിമാരോടും ചെമ്മേ. ഇത്തരം മഹോത്സവയുക്തനായി എഴുന്നള്ളും ഉത്തമ പുരുഷനെ തൽക്കരാംബുജങ്ങളിൽ ഭക്തി പൂണ്ടെടുത്ത് അതിസ്വസ്ഥനായി ചെല്ലുന്നൊരു ഭക്തവത്സലപ്രിയ താതനങ്ങ് അഗാധയാം മിത്രനന്ദനാ തീരം ഗത്വാ തത്രൈവ തിഷ്ടത്യത്തരം അനുസരിച്ച് അസ്രവന്ദിനിയോട് ചിത്തമോദേന പറഞ്ഞിടിനാൻ. അഖിലൈകവിത്തായ ജഗന്മയൻ എഴുന്നള്ളത്തിന് സത്വരം സൂര്യാത്മജയായ നീ ഇനിയിപ്പോൾ പദ്ധതി നൽകിയിടേണം ഉത്തമ പ്രിയനാഥേ. സൂര്യാത്മജയായ നദിയെടുത്ത് പറയുന്നു, വഴി തരണം, പദ്ധതി പോകാനുള്ള വഴി തെളിച്ചു തരണം ഉത്തമപ്രിയനാഥേ നദി. വിദ്രുതം അത് കേട്ടു ഭദ്രയാം കാളന്തിയും ഉദ്രവാത്മന വഴി നൽകിനാൾ മധ്യേ തൂർണം. അങ്ങനെ കാളന്തി നദി മധ്യത്തിൽ കൂടെ വഴി കൊടുത്തു. ചിത്രമായി അത് കണ്ടു ചിത്ത കൗതുകം കലർന്ന് ഉത്തീര്യ യമുനയാം ഉത്തമ നദിയെയും പത്മനാഭനെയും കൊണ്ടങ്ങ് ചെന്നമ്പാടിയാം പത്മജ നിവാസിത പത്തനം അകമ്പുക്ക് വിഭ്രമത്തോടെ വസുദേവർ താൻ നോക്കും നേരം തൽഭവന അന്തർബഹിർദ്വാരങ്ങളെല്ലാം ചെമ്മേ തെറ്റെന്നു തുറന്നു കാണായളവകമ്പുക്ക് കുറ്റമെന്നിയേ. നന്ദനന്ദിനി യശോദ താൻ പെറ്റളവുണ്ടായി വന്ന മായ വൈഭവം കൊണ്ട് പറ്റിനോരാലസ്യം പൂണ്ട് ഉറ്റവരോടും കൂടി ക്ഷോണിയിൽ ഈറ്റില്ലത്തു വീണവർ നിരക്കെ നിഷ്പ്രാണികൾ പോലെ കിടക്കുന്ന അവസരം കണ്ടു പാണിയിൽ ഇരുന്ന് അരുളേടിന ജഗൽ പരിത്രാണകനാകുന്നൊരു പോതമങ്ങ്
അവളുടെ ചാരത്തു കിടത്തി തൻ മാനസതാരിങ്കലും പാരിച്ചു കിടക്കുന്ന ദാരികാരത്നത്തെയും മാറിക്കൊണ്ട് കൂട്ടങ്ങൾ ആരും മറ്ററിയാതെ കാറോടു നീങ്ങാതെ കണ്ട് ഏറിനൂരിരുട്ടത്ത് പോരുമ്പോൾ മുന്നം വഴി നൽകിയ യമുനയും പാരാതെ കൂടെ പിന്നാലെ കൂടിയിടിനാൾ. അവരെല്ലാവരും സൂതികാലത്തിൽ ഭയങ്കര ഉറക്കത്തിൽ കിടക്കുക, ക്ഷീണിച്ച്. യശോദയും അവിടെ മറ്റു സ്ത്രീകളെല്ലാം ഉറങ്ങിപ്പോയി. വസുദേവരുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ദാരിക ആ പെൺകുട്ടിയെ അദ്ദേഹം എടുത്തുകൊണ്ട് പഴയതുപോലെ യമുനയിൽ കൂടെ അവിടെ ചെല്ലുമ്പോഴേ കഥകളെല്ലാം നോക്കിയപ്പോഴേ കഥകളെല്ലാം തുറന്നു കിടക്കും. ആരും ഉണർന്നിരിപ്പൂല, എല്ലാവരും ഉറക്കമാണ്. അതൊക്കെ കയറി കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അവിടുത്തെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ച് ആരും അറിയാതെ തന്നെ ഇങ്ങ് പോരുന്നു. ആരും കണ്ടതുമില്ല. അവിടെ പ്രസവിച്ചെന്ന് പോലും ആർക്കും ഓർമ്മയില്ല, ഒന്നുമില്ല. ഉറങ്ങിപ്പോയി. പ്രസവത്തോട് തന്നെ അങ്ങ് മയങ്ങിപ്പോയി ഭഗവാന്റെ മായ. അങ്ങനെ മുന്നം എങ്ങനാ യമുന വഴി നൽകി അതുപോലെ തന്നെ വഴിയൊക്കെ കൊടുത്തു. നദിയിൽ പോരുമ്പോൾ മുന്നം വഴി നൽകിയ യമുനയും പാരാതെ കൂടെ പിന്നാലെ കൂടിയിടിനാൾ. ദൈവാനുകൂല്യവശനാകിയ വസുദേവർ ഈ വണ്ണം മഹാവിഷ്ണുമായയാം കുമാരിയെ കേവലം എടുത്തുകൊണ്ടിങ്ങു വന്ന് അകമ്പുക്കു ദേവകയുടെ ചാരത്താമാറ് കിടത്തിനാൻ. അങ്ങനെ പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്തുകൊണ്ട് കിടത്തി. വൈകാതെ പിന്നെ ചെന്നു തൻ മുന്നം കിടന്നിടം കൈകാലുകൾ തളച്ചു പൊക്കുറക്കം തുടങ്ങി. ഞാൻ വസുദേവരുടെ ചങ്ങലയൊക്കെ അഴിച്ചിട്ടാണല്ലോ പോയത്, തനിയെ അങ്ങ് അഴിഞ്ഞ് ചെയ്ത്. അതുപോലെ തന്നെ ചങ്ങലയൊക്കെ പൂട്ടിക്കിടന്ന് പഴയത് എങ്ങനെയാ കാലിൽ ചങ്ങല കിടന്ന് അതുപോലെ തന്നെ ആക്കിയിട്ട് ആരും അറിയാതെ ചെന്ന് കിടന്നു. അന്നേരം കവാടങ്ങൾ തങ്ങളെ നിബന്ധിച്ചു നിന്നിതു മുന്നേ പോലെ സന്ദേഹമുണ്ടാകാതെ. ഒരു സംശയവും കൂടാതെ നേരത്തെ എങ്ങനെയായിരുന്നു കവാടങ്ങളെല്ലാം ബന്ധിച്ചിരുന്നത് അതുപോലെ തന്നെ തനിയെ ആ ബന്ധം അതുപോലെ തന്നെ ആയി. ചിന്മയി മഹാമായാദേവിയും വളർന്നെഴും വൻമേഘം മുഴങ്ങിയിടും വണ്ണം ആഘോഷിച്ചേറ്റം ക്രന്ദനം ചെയ്താളുറങ്ങുന്നവരുണരുമാറന്നേരം. അതു കേട്ട കംസഭൃത്യന്മാരെല്ലാം പെട്ടെന്നു ഞെട്ടിത്തെറിച്ചിടിനാർ. പരവശപ്പെട്ടവരൊട്ടൊട്ടുണർന്ന് എന്തിതെന്നറിയാതെ വട്ടമിട്ട് അകമഴൽപ്പെട്ടവരോടിച്ചെന്ന് ദുഷ്ടനാം കംസൻ മുഖം ദൃഷ്ട്വാ സംഭ്രമത്തോടെ സത്വരം. അതായത് കുഞ്ഞ് അങ്ങനെ എല്ലാവരും ഈ വസുദേവർ കാലൊക്കെ നേരത്തെ എങ്ങനെ ബന്ധിച്ച് അതുപോലെ ആയി കവാടമൊക്കെ അങ്ങനെ പൂട്ടി ചെന്ന് കിടന്നു. അപ്പോൾ കുഞ്ഞിന് ഇനി സന്തോഷമായിട്ട് കരയാമല്ലോ. അങ്ങനെ വന്മേഘം മുഴങ്ങിയിടും വണ്ണം അത്രമാത്രം ഉച്ചത്തിൽ വണ്ണം ആഘോഷിച്ച് ഏറ്റവും ക്രന്ദനം കരച്ചിൽ അത്രമാത്രം ഉഗ്രമായി എല്ലാവരും ഉണർന്ന് കേൾക്കത്തക്ക വണ്ണം കുട്ടി അങ്ങനെ വളർന്നങ്ങ് കരഞ്ഞ്. അത് ചിന്മയി മഹാമായാദേവിയും വളർന്നെഴും വന്മേഘം വലിയ മേഘനാഥം പോലെ മുഴങ്ങിയിട്ട് ആ ക്രന്ദനം ചെയ്തു കരഞ്ഞു. എല്ലാവരും ഉറങ്ങുന്നവരെല്ലാം ഉണരുമാറ്. അപ്പോൾ കംസഭൃത്യന്മാർ അവിടെ നിർത്തിയിരുന്ന ഭടന്മാരെല്ലാം പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചിടിനാർ. അത്ഭുതപ്പെട്ട് ഇതാ കുട്ടി ജനിച്ചല്ലോ എന്ന് പരവശപ്പെട്ടവരൊട്ടോട്ട് ഉണർന്ന് എന്തിതെന്നറിയാതെ വട്ടമിട്ട് അകമടൽപ്പെട്ടവർ ഓടിച്ചെന്ന് ദുഷ്ടനാം കംസൻ മുഖം ദൃഷ്ട്വാ സംഭ്രമത്തോടെ സത്വരം വദന്തി തേ സോദരി വസുദേവ പത്നി താൻ പെറ്റാൾ അതിവിദ്രുതം ഇപ്പോൾ തന്നെ നിശ്ചയം ഉച്ചൈസ്തരം അർഭകരുതം കേട്ടാം ഗച്ഛാമോ വയം ഭവാനോടത് ചൊല്ലിയിടുവാൻ. അതായത് ഓടിച്ചെന്ന് സംഭ്രമത്തോടെ ചെന്ന് ദുഷ്ടനായ കംസനോട് അറിയിക്കാനാണല്ലോ അവിടെ കംസഭടന്മാർ കാവൽ നിൽക്കുന്നത്. കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ചെന്ന് വിവരം അറിയിക്കണം. അതിന് ചെന്ന് പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് പറഞ്ഞു. അതിഭയങ്കരമായ കരച്ചിൽ. അങ്ങനെ ദുഷ്ടനാം കംസൻ്റെ അടുക്ക ചെന്ന് സത്വരം വദന്തിതേ സോദരി വസുദേവ പത്നി പെറ്റ് അളവാതി വിദ്രുതം ഇപ്പോഴാണ് പ്രസവിച്ച് പെട്ടെന്ന് തന്നെ ചെന്ന് പറഞ്ഞത്. നിശ്ചയം ഉച്ചസ്ഥരം അർഭകരുതം ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട ഗച്ഛാമോ വയം ഭവാനോടത് ചൊല്ലിടുവാനും അങ്ങനെ ഓടി വന്നതാണെന്ന് പറഞ്ഞു. തത്വൃത്തം നടേ തന്നെ ചിത്തത്തിൽ ഓർത്തിട്ടത്രേ വർത്തിച്ചിടുന്നു നിത്യം അത്യന്ത ഭീത്യാ കംസൻ. അങ്ങനെ ഈ കാര്യം കേട്ട ഉടനെ തന്നെ ചിത്തത്തിൽ ഓർത്ത് എന്താ ഓർക്കുന്നേ? നിത്യം അത്യന്ത ഭീത്യ ഭയം ഉണ്ടായി കംസന്.
ഭൃത്യന്മാ പറഞ്ഞവൾ പെറ്റത് കേട്ട് എന്നുടെ മൃത്യുലക്ഷണം അതെന്നിങ്ങനെ നടുങ്ങിന പെട്ടെന്ന് ചെന്ന് പറഞ്ഞപ്പോൾ അതൊരു നടുക്കം ഉണ്ടായി. 8ാമത്തെ പുത്രൻ ജനിക്കുന്ന കൊല്ലാനാണല്ലോ കംസനെ. അവൾ പെട്ടെന്ന് കേട്ടപ്പോൾ നടുക്കം വന്നു, ഭയമുണ്ടായി. മൃത്യുലക്ഷണം അതെന്നിങ്ങനെ നടുങ്ങിപ്പോയി, മരണത്തിൻ്റെ ഒരു ഓർമ്മ വന്ന്. കശ്മലൻ ഭോജാധിപൻ ഇപ്പോൾ ഉണ്ടായ ബാലൻ തരീരത്തെ ശകലിച്ചുകൊണ്ടെന്നെ ചെമ്മേ രക്ഷിപ്പനെന്നുള്ളയിടം ഉൾക്കാമ്പിൽ ഉറപ്പിച്ചു. തൽക്ഷണം പുറപ്പെട്ടങ്ങ് അത്തിരം നടകൊണ്ടാൻ. പെട്ടെന്ന് തന്നെ കുട്ടിയെ ശകലിച്ച് കളയണം, കൊന്നു കളയണം എന്നെല്ലാം ഓർത്തുകൊണ്ട് അവിടേക്ക് നടന്ന് അടുത്തു, കുഞ്ഞിനടുക്കലേക്ക് പോകുന്നു. ബദ്ധപ്പാടകതാരിൽ വർദ്ധിച്ച് ആശുപദ്ധതി മധ്യേ വീണ് ഉത്ഥാനം ചെയ്തും. അങ്ങ് വിഷമവും പേടിയും എല്ലാം കൂടെ ആയപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? നടകൊണ്ടപ്പോൾ ബദ്ധപ്പാട് അകതാരിൽ ഉള്ളിലങ്ങനെ ഭയം, അത് വർദ്ധിച്ച് പദ്ധതി മധ്യേ പദ്ധതി വഴിയിൽ അവിടെ എവിടെയെല്ലാം മധ്യത്തിലെല്ലാം ചെന്ന് വീണും എണീറ്റും അങ്ങ് കുഞ്ഞിൻ്റെ അടുക്കലേക്ക് പോകാൻ പോവുക. ഭയന്ന് പോയപ്പം പെട്ടെന്ന് കേട്ടപ്പോൾ ഭയന്ന് പോണ്, എന്താ മരണം അടുത്തല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ നടുങ്ങിപ്പോയി. അപ്പോൾ കുട്ടിയെ കൊല്ലാനായിട്ട് പോകുകയും വേണം, ചെന്നെത്താൻ പറ്റത്തില്ല. വീണു എണീറ്റൊക്കെ എങ്ങനെയെങ്കിലും പോകും, അത്രമാത്രം ഭയന്ന് പോയി. ബദ്ധപ്പാട് അകതാരിൽ വർദ്ധിച്ച് ആശുപദ്ധതി മധ്യേ വീണു ഉത്ഥാനം ചെയ്തും. വീണും എണീറ്റും വിദ്രുത ഓടി കിതച്ചെത്രയും ചീർത്ത് വീർത്ത്. എന്നാൽ ഓടുകയും ചെയ്യുന്നു, വീഴുകയും ചെയ്യുന്നു. അങ്ങനെ എത്രയും കിതച്ച് പെട്ടെന്ന് ഓടി ക്ഷീണിച്ച് കിതപ്പൊക്കെ കിതച്ചും ചീർത്ത് വീർത്ത് സ്വസാ കിടക്കുന്ന സൂതികാലയം പൂക്ക് എങ്ങനെ ഓടിപ്പാഞ്ഞ് സഹോദരി അതായത് സ്വസാന്ന് വെച്ചാൽ ഇയാളുടെ കംസന്റെ സഹോദരി കിടക്കുന്ന സൂതികാലയം പൂക്ക് പ്രസവമുറിയിൽ ചെന്ന് നിസ്ത്രപം ചെല്ലുന്നൊരു നിഷ്ഠുരൻ തന്നെ കണ്ടു. തത്ര പുത്രിയെ ചേർത്തു സത്രാസം കിടക്കുന്ന മുഗ്ധാംഗി വസുദേവ പത്നിയും പേടിച്ചുള്ളിൽ സിഗ്ധഭാവത്തെ കാട്ടി കേണു ചൊല്ലിനാൾ. അയ്യോ ദുഷ്ടത കാട്ടിയിടല്ല നിന്നുടെ സഹോദരി പൊട്ടി. എനിക്കു നീ എന്നെ മറ്റൊരാശ്രയം. ഞാനൊരു പൊട്ടിയാണ്, എനിക്ക് നീയല്ലാതെ മറ്റാശ്രയം ആരുമില്ല. സഹോദരനോട് ഈ ദേവകി പറയുന്നു, പേടിച്ച് സിഗ്ധഭാവത്തെ കാട്ടിക്കേണ് ചൊല്ലിനാൾ. അയ്യോ ദുഷ്ടത കാട്ടല്ലേ, ഈ പെൺകുട്ടിയല്ലേ, കുഞ്ഞല്ലേ, അതുകൊണ്ട് പറയുന്നു ദുഷ്ടത കാട്ടിയിടല്ല, നിന്നുടെ സഹോദരി പൊട്ടിയാണ് ഞാൻ, എനിക്ക് ഒന്നും അറിവില്ല, ഞാനൊരു പൊട്ടി, എനിക്ക് നീയല്ലാതെ ഈ സഹോദരൻ കംസനല്ലാതെ എനിക്ക് ആരാണ് ആശ്രയം. മൽസുതന്മാരെ പിറന്നപ്പോഴേ മടിയാതെ നിസ്നേഹം കൊന്നു നിഷ്ഫലം ഒടുക്കിന ഷൾകുമാരന്മാർ അതിദിവ്യന്മാരവർ എൻ്റെ ദുഷ്കർമ്മഫലം അത് കുറ്റമല്ലേതും നിന്റെ. ഇത് 6 പേരെയും മൽസുതന്മാർ പിറന്നപ്പോഴേ മടിയാതെ നിസ്നേഹം, ഒരു സ്നേഹവും ഇല്ലാതെ കൊന്നു നിഷ്ഫലം ഒടുക്കി. ഷൾകുമാർ 6 കുമാരന്മാരും അതിദിവ്യന്മാരാ അവർ എൻ്റെ ദുഷ്കർമ്മഫലം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് അതായത് കംസന്റെ കുറ്റമല്ല. അതിങ്ങനെയൊക്കെ പറഞ്ഞു. ദുഷ്കർമ്മഫലം അത് കുറ്റമല്ലേത് നിന്റെ, കംസന്റെ കുറ്റമല്ല, എൻ്റെ കർമ്മഫലമാണെന്ന് ദേവകി തന്നെ പറഞ്ഞു. 6 ഇപ്പോഴത് എനിക്കുണ്ടായി വന്നത് ഈ പെൺപൈതലോ തൊൽപ്രിയാത്മജ പ്രിയ ഇത്തരം കൊന്നീടൊല. ഇതൊരു പെൺകുട്ടിയല്ലേ, ഇതൊന്നും ഇത് ഇപ്പോഴെനിക്കുണ്ടായി വന്നത് ഈ പെൺപൈതലാണല്ലോ. തൊൽപ്രിയാത്മജ പ്രിയ ഇത്തരം കൊന്നീടൊല. തൊൽപ്രിയാത്മജ പ്രിയ എന്ന് വെച്ചാൽ ആ കംസൻ്റെ പ്രിയ, ആത്മജ പ്രിയ, മകൻ്റെ ഭാര്യയ്ക്ക് ശേഷാരിയെ കംസൻ്റെ മരുമകളാക്കാലോ, മകൻ്റെ ഭാര്യ. അതുകൊണ്ടാണ് തൊൽപ്രിയാത്മജ പ്രിയ ഇത്തരം കൊന്നീടൊല. ഞാനിനി പെറുകയുമില്ല എനിക്ക് ഒടുക്കത്തെ സൂനു. ഈ പെൺപൈതലാൽ ബാധയും നിനക്കില്ല. ഞാനിനി പ്രസവിക്കത്തില്ല. ഇത് പെൺകുട്ടി ആയതുകൊണ്ട് ഒരു ബാധയും ആർക്കും ഉണ്ടാകത്തില്ല. ദീനവത്സല പ്രഭോ മേ ജഠരകാം പ്രതി ദാനമെന്നിതിനെ നൽകിയിടഹോ കൊന്നിടാതെ. ഇതിനെ കൊല്ലാതെ ദാനമായി തരൂ. ദോഷമില്ലിതുകൊണ്ടെത്തിങ്ങനെ ചൊല്ലിക്കരഞ്ഞേഷണവശയായ യോഷമാർകുലമണി ലോകൈക വിമോഹിനിയാകിയ കുമാരിയെ ശോകേന മാറിൽ ചേർത്തു കേഴുമ്പോൾ അവനുള്ളിൽ. അങ്ങനെ മാറിൽ ചേർത്ത് ദേവകി കരഞ്ഞ് ഇതിനെ ദാനമായി തരൂ, ഇതിനെ കൊല്ലല്ലേ, ഇതുകൊണ്ട് ഒരു ബാധയും ആർക്കും ഉണ്ടാകത്തില്ല, ഇതൊരു പെൺപൈതലല്ലേ. അങ്ങനെ മാറിൽ ചേർത്ത് പിടിച്ച് കേണ് കരഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ കാരുണ്യം തുടരാതെ രോഷമോട് അനുജയെ
പാരമച്ചിരികര ഭാഷണങ്ങളും ചെയ്തു ബാലയെ പുനരവൾ താനിങ്ങ് കൊടാഞ്ഞ് ഉപലോല ചിന്തയാ പിടിച്ചേതു ഒന്നറിയാതെ. ഒരു കാരുണ്യവും അതിൽ അങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അവൻ എന്ത് ചെയ്തു? രോഷമോട് കുഞ്ഞിനെ എടുത്ത് പാരമച്ചിരികര ഭാഷണങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് അട്ടഹാസിച്ച് ചിരിച്ചും കയ്യിലെടുത്തും ഇങ്ങനെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ബാലയെ പുനരവൾ താനിങ്ങ് കൊടാഞ്ഞ് കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കാഞ്ഞപ്പോൾ ഉപലോല ചിന്തയാ പിടിച്ചേതുമെന്നറിയാതെ പറിച്ച് ചരണങ്ങളെടുത്ത് തലതൂക്കി പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ച് പറിച്ചിട്ട് ചരണങ്ങളെടുത്ത് കൈയല്ല കാലിൽ പിടിച്ചെടുത്തിട്ട് തല തൂക്കി പിടിച്ചും കൊണ്ട് പുറപ്പെട്ടു കറുത്ത ഭാവത്തോടും. അവൻ്റെ മുഖമെല്ലാം വിഷം പോലെ കറുകറാന്നായി കംസൻ്റെ ദേഷ്യം കൊണ്ട്. തെരിക്കെന്നോടിക്കൊണ്ടു ചെന്നവൻ അകതാരിൽ സ്മരിച്ചിടാതെ തന്നെ ഭരിപ്പാനായി കൊണ്ടാശ് ശിരസിന്മീതേ പൊങ്ങിച്ചെടുത്തു മുമ്പിൽ കണ്ട പരുത്ത വട്ടശില പുറത്ത് തച്ചിടുവാൻ ചുഴറ്റും നേരത്തങ്ങു പിടിച്ച കരങ്ങളെ വഴുക്കി പരിചോടുവിയത്തെ പ്രാപിച്ചൊരു ചെറുപ്പൈതലെ പരിഭ്രമിച്ചു നോക്കും നേരം കറുത്ത മേഘത്തിന് വെറുപ്പു നൽകിയിടിന തനവും ബത ചതുരാധിക കരങ്ങളിൽ ധനുസും ബാണാസി ശർമാദികൾ സുധൃതിയും കണ്ട് പേടിച്ചു വിറച്ചിണ്ടൽ പൂണ്ടരണ്ടേതും മിണ്ടാതെ നിൽക്കും കംസൻ തന്നെ കണ്ടകതാരിൽ. അവൻ ഭയന്നു പോയി. കുഞ്ഞ് മേലോട്ട് പോയി വിയത്തെ ആകാശത്തെ പ്രാപിച്ച് നിൽക്കുന്നു. അങ്ങനെ ആ ചെറു കുഞ്ഞിനെ നോക്കി കറുത്ത മേഘത്തിന് വെറുപ്പ് നൽകുന്ന അവനെ കണ്ടപ്പോൾ ആ മേഘത്തിന് പോലും വെറുപ്പ് തോന്നി. തനുവും വിതച്ച അതിലധിക കരങ്ങളിൽ ആ കുഞ്ഞിൻ്റെ രണ്ട് കൈയല്ല, ഒത്തിരി കൈ, 4 കൈകൾ. അത് 4ആണോന്നറിയില്ല. ചതുരധിക 4നേക്കാളും ഉണ്ട്. തനുവും വിതച്ച അതിലധിക കരങ്ങളിൽ ഒത്തിരി ഉണ്ട്. ധനുസ്, ബാണാസ്, ശർമാതിൽ, സുധൃതിയും 4 കൈകളിൽ ഇതെല്ലാം അങ്ങനെയെല്ലാം കണ്ട് പേടിച്ച് കുഞ്ഞ് ദേവിയാട്ടങ്ങ് ആകാശത്തുനിന്ന് പ്രത്യക്ഷമായിട്ടവനെ കാണിച്ചപ്പോൾ അവൻ ഭയന്നു പോയി. അങ്ങനെ മിണ്ടാതെ നിൽക്കും കംസൻ തന്നെ കണ്ട അകതാരിൽ കുണ്ഠതയൊഴിഞ്ഞൊരു ഈശ്വരി മായാദേവി കൊണ്ടാടി ചിരിച്ച് ചൊല്ലിടിനാൾ. അങ്ങനെ ദേവി എന്തു ചെയ്യൂ? കൈകളിലെല്ലാം ധനുസ്, വില്ലും ബാണാസിയും ചർമാദികളും സുധൃതിയും എല്ലാം പിടിച്ചും കൊണ്ട് ഞാൻ നിൽക്കുന്നു. അപ്പം അവനോട് പറയുവാണ്, ചിരിച്ചും കൊണ്ട് ദേവി പറയുക, ജളപ്രഭോ നീ എന്നെ കൊല്ലുവാൻ തുടങ്ങിടുവാൻ നിമിത്തം എന്തായത്? നിന്നോടെന്തു ഞാൻ പിഴച്ചിതു പോഷ? ഞാൻ നിനക്കേതും ദോഷം ചെയ്വതിനുള്ളോളല്ല, നൂനമി ജഗത്തെല്ലാം പാലിപ്പാനുള്ളോളത്രേ. നിനക്ക് ദോഷം ചെയ്യുവാനല്ല ഞാനിവിടെ വന്നത്. ഈ ജഗത്തെല്ലാം, ഈ ജഗത്തിൽ എല്ലാവർക്കും രക്ഷിപ്പാൻ പാലിപ്പാനാണ് ഞാൻ വന്നത്. സാധാരണ ജനങ്ങൾക്ക്, ഭക്തന്മാർക്ക് ഒക്കെ എന്തിനാ അവരെല്ലാം രക്ഷിക്കാനാണ് ഞാനിവിടെ വന്നത്. അല്ലാതെ നിനക്ക് ഞാൻ ഒരു ദോഷം ചെയ്തില്ല. നീ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു? നിന്നോട് എന്ത് പിഴച്ചത് ഭോഷ? ഞാൻ നിനക്ക് ഏതും ദോഷം ചെയ്യുവതിനുള്ളോളല്ല, നൂനം ഈ ജഗത്തെല്ലാം പാലിപ്പാനുള്ളോളത്രേ എന്നാണ് ദേവി പറഞ്ഞത്. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.